ഹായ് ഗേയ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ എല്ലാവർക്കുമായി പരിചയപ്പെടുത്തുന്ന റെസിപ്പിയാണ് നല്ല പൂവ് പോലത്തെ പാലപ്പവും വെജിറ്റബിൾ കറിയും. ഇതിനാവശ്യമുള്ള കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി 3 ഗ്ലാസ് പച്ചരി നന്നായി കഴുകി 4 മണിക്കൂർ കുതിരാനായി മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടത് നല്ല അരമുറി നാളികേരം, 3 ഗ്ലാസ് പച്ചരിക്ക് 3/4 ഗ്ലാസ് ചോറ്. ഇത്രയുമാണ് അപ്പത്തിനു വേണ്ട കൂട്ടുകൾ. 4 മണിക്കൂറിന് ശേഷം 3 കൂട്ടുകളും നന്നായി മിക്സിയിൽ അരച്ചെടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിച്ച് പുളിക്കാനായി മാറ്റി വയ്ക്കുക. ഇനി രാവിലെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇന്നലെ ഞാൻ അരച്ചു വെച്ച അപ്പത്തിൻ്റെ കൂട്ട് ഉണ്ടാക്കുന്നതിന് മുന്നേ വെജിറ്റബിൾ കറി ഉണ്ടാക്കുന്നതിന് 1 മുറി നാളികേരം, 6 ചെറിയ ഉള്ളി, അരത്തുടം വെളുത്തുള്ളി, 1 സ്പൂൺ പെരിഞ്ജീരകം, 4 മുതൽ 5 വരെ നല്ല എരിവുള്ള പച്ചമുളക് എന്നിവ നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക. ഇതിനാവശ്യമുള്ള പച്ചക്കറികൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. 10 മുതൽ 15 വരെ ബീൻസ്, 1/2 ഇഞ്ച് നീളത്തിലരിഞ്ഞത്, 2 ക്യാരറ്റ് 3/4 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞത്, 1 വലിയ സവാള ചെറുതായി അരിഞ്ഞത് എന്നിവയാണ്. ഒരു കടായിയിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് സവാളയും ക്യാരറ്റും ബീൻസും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി വഴണ്ടു വരുമ്പോൾ അതിലേക്ക് അരച്ച കൂട്ട് ഇട്ട് തിള വരുന്നതിന് മുമ്പ് തീ നിർത്തുക. വേറൊരു ചീനച്ചട്ടിയിൽ ചൂടായി വരുമ്പോൾ എണ്ണ തടവി അതിലേക്ക് അപ്പത്തിൻ്റെ മാവൊഴിച്ച് ചുറ്റിച്ച് അടച്ചു വയ്ക്കുക. 3 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നല്ല മൃദുവായ പാലപ്പം തയ്യാറായി കഴിഞ്ഞു. നല്ല രുചിയേറിയ പാലപ്പവും വെജിറ്റബിൾ കറിയും ഇഷ്ടമായെങ്കിൽ അടുത്ത റെസിപ്പിയുമായി ഞാൻ തീർച്ചയായും വന്നിരിക്കും. എല്ലാവർക്കും ശുഭദിനം.